ഹായ് ഹലോ ഓൾ, HB സയൻസിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഫസ്റ്റ് സെമസ്റ്റർ ഫിസിക്സിൻ്റെ രണ്ടാമത് മൊഡ്യൂളായ ഓസിലേഷൻസിലേക്ക് നമ്മൾ അങ്ങനെ ഐശ്വര്യമായിട്ട് കടക്കാൻ വേണ്ടി പോവുകയാണ്. അതിലെ ഫസ്റ്റ് ടോപ്പിക്കാണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഇന്നത്തെ ഈ വീഡിയോയിൽ എന്താണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ, അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ, പിന്നെ അതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ, ഇത് രണ്ടുമാണ് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇന്നത്തെ ഈ വീഡിയോയിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് പീരിയോഡിക് മോഷൻ. നമുക്ക് ധാരാളം മോഷൻസ് അറിയാം. അതിൽ എന്താണ് ഈ പീരിയോഡിക് മോഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇഫ് എ പാർട്ടിക്കിൾ മൂവ്സ്, ഒരു ഓബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നുണ്ട്. എങ്ങനെ മൂവ് ചെയ്യുന്നു? അത് പോയ വഴി തന്നെ എന്ത് ചെയ്യുന്നു? തിരിച്ചു വരുന്നു. ഏത് വഴിയാണോ ട്രാവൽ ചെയ്തത് ആ വഴി തന്നെ അതിങ്ങനെ റീട്രേസ് ചെയ്യുന്നു. വീണ്ടും പോയ വഴി തന്നെ അങ്ങോട്ടേക്ക് പോകുന്നു, അതേ വഴി തിരിച്ചു വരുന്നു. താഴെ നിങ്ങൾക്ക് കാണാം ഒരു തവള ഇരുന്ന് ഊഞ്ഞാലാടുന്നുണ്ട്. അതിൻ്റെ മോഷൻ നോക്കിക്കേ. ഈ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, അത് മുന്നോട്ട് പോയി, വീണ്ടും അതേ വഴി തിരിച്ചു പോകുന്നു, ഇവിടുന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നു, അതേ വഴി തിരിച്ചു പോകുന്നു അല്ലെ. അതായത് ഏത് പാത്തിലാണോ അത് ട്രാവൽ ചെയ്തത് ആ പാത്തിൽ തന്നെ അത് എന്ത് ചെയ്യുന്നുണ്ട്? തിരിച്ചു പോകുന്നുണ്ട് അല്ലെ. ആഫ്റ്റർ ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈം. ഇതിന്റെ ഈ മോഷൻ സംഭവിക്കുന്നത് എങ്ങനെയാ? ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈമിലാണ് സംഭവിക്കുന്നത്. എങ്കിൽ ഇത്തരം മോഷനെ പറയുന്ന പേരാണ് എന്ത്? പീരിയോഡിക് മോഷൻ. ഇത്രയേ ഉള്ളൂ പീരിയോഡിക് മോഷൻ. ഒരു ഓബ്ജക്റ്റ് ദാറ്റ് ഇറ്റ് റീട്രേസ് ഇറ്റ് പാത്ത് റെഗുലർലി, അത് പോയ വഴി തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? റീട്രേസ് ചെയ്യുന്നുണ്ട്. എങ്ങനെ? റെഗുലർ ആയിട്ട് ആഫ്റ്റർ ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈം. ഈ മോഷൻ സംഭവിക്കുന്നത് എങ്ങനെയാണ്? ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈമിലാണെന്ന് വിചാരിക്കുക. എങ്കിൽ നമുക്ക് എന്ത് പറയാം? ദിസ് ടൈപ്പ് ഓഫ് മോഷൻ ഈസ് കോൾഡ് പീരിയോഡിക് മോഷൻ. അപ്പൊ നിങ്ങൾക്ക് തോന്നും ഇവിടെ ഇങ്ങനെ ഈ ഊഞ്ഞാലാടുന്ന പോലത്തെ അല്ലെങ്കിൽ ഈ സ്വിംഗ് മോഷൻ മാത്രമാണോ വരുന്നതെന്നല്ല, ധാരാളം എക്സാമ്പിൾ ഉണ്ട്. ബട്ട് ഞാൻ എന്തുകൊണ്ട് ഈ ഊഞ്ഞാലിന്റെ എക്സാമ്പിൾ ഇവിടെ കൊടുത്തു എന്ന് ചോദിച്ചാൽ, നമുക്ക് പഠിക്കാനുള്ള എന്തിനെ പറ്റിയാ? ഇങ്ങനെയുള്ള സ്വിംഗ് മോഷനെ പറ്റിയ ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ടിയുള്ളത് അല്ലെ. സോ നോക്കാം. ഈ പീരിയോഡിക് മോഷനിൽ തന്നെ ഇഫ് ദ പാർട്ടിക്കിൾ ഇൻ പീരിയോഡിക് മോഷൻ മൂവ്സ് ടു ആൻഡ് ഫ്രോ, മുന്നോട്ടും പുറകോട്ടുമാണ്. ഈ പീരിയോഡിക് മോഷന്റെ ഇതേ കാര്യം തന്നെ. ഈ പോയ വഴി തന്നെ തിരിച്ചു പോകുന്നുണ്ട്. പക്ഷെ എങ്ങനെയാ പോകുന്നത്? ടു ആൻഡ് ഫ്രോ ആണെങ്കിൽ. ഈ പീരിയോഡിക് മോഷനിൽ തന്നെ ആ ഓബ്ജക്റ്റിന്റെ മോഷൻ എന്ന് പറഞ്ഞാൽ ടു ആൻഡ് ഫ്രോ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ടു ആൻഡ് ഫ്രോ ഓഫ് ദ സെയിം പാത്ത്, സെയിം ഡിസ്റ്റൻസ് തന്നെ മുന്നോട്ടും പുറകോട്ടും തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ആ മോഷൻ എന്തെന്ന് പറയാം? ഓസിലേറ്ററി മോഷൻ എന്ന് പറയാം. ഓസിലേറ്ററി മോഷൻ അല്ലെങ്കിൽ വൈബ്രേറ്ററി മോഷൻ എന്ന് പറയാം. ക്ലിയർ അല്ലേ? ഞാൻ ആദ്യം പറഞ്ഞത് എന്താണ് പീരിയോഡിക് മോഷൻ എന്ന് പറഞ്ഞു. ആ പീരിയോഡിക് മോഷനിലെ ഒരു ടൈപ്പ് ഓഫ് മോഷൻ ആണ് ഓസിലേറ്ററി മോഷൻ. എന്താണ് ഓസിലേറ്ററി മോഷൻ? ആ ഓബ്ജക്റ്റ് പീരിയോഡിക് ആയിട്ട് തന്നെ ട്രാവൽ ചെയ്യും. ബട്ട് എങ്ങനെ? ടു ആൻഡ് ഫ്രോ ആയിരിക്കും. മുന്നോട്ടും പുറകോട്ടും ഈക്വൽ ഡിസ്റ്റൻസ് പോകും. മുന്നോട്ടും പുറകോട്ടും എങ്ങനെ? ഈക്വൽ ഡിസ്റ്റൻസിൽ പോകും. എന്താണ് എക്സാമ്പിൾ? നിങ്ങൾക്ക് ഒരു പ്രൈമറി എക്സാമ്പിൾ ആണ് ഇവിടെ കാണാൻ പറ്റുന്നത്. കണ്ടോ? ഈ ഊഞ്ഞാൽ നോക്കുവാണെങ്കിൽ കണ്ടോ, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, മുന്നോട്ടേക്ക് പോകുന്നു, ടു ആൻഡ് ഫ്രോ വെക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. സെയിം ദൂരമല്ലേ പോകുന്നത്? യെസ്. സോ ഇറ്റ് ഈസ് എ ഓസിലേറ്ററി മോഷൻ. നിങ്ങൾ ഈ ഓസിലേറ്ററി മോഷൻ നോക്കുവാണെങ്കിൽ, ഈ പറഞ്ഞ ഓസിലേറ്ററി അല്ലെങ്കിൽ വൈബ്രേറ്ററി മോഷൻ നോക്കുവാണെങ്കിൽ, ഓസിലേറ്ററി ഓർ വൈബ്രേറ്ററി മോഷൻ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കുവാണെങ്കിൽ, നമ്മൾ ഈ ഓസിലേറ്ററി മോഷന്റെ അല്ലെങ്കിൽ വൈബ്രേറ്ററി മോഷന്റെ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കുവാണെങ്കിൽ നമുക്ക് കിട്ടുക, ഈ ഡിസ്പ്ലേസ്മെന്റ് ഒരു സൈനിന്റെയോ കൊസൈനിന്റെയോ ഒക്കെ ഫംഗ്ഷൻ ആയിട്ടായിരിക്കും. ഒന്നുകിൽ സൈനിന്റെ അല്ലെങ്കിൽ കൊസൈനിന്റെ എല്ലാം ഫംഗ്ഷൻ ആയിട്ടായിരിക്കും. നോക്കിയാൽ വഴിയെ പഠിക്കാൻ നമുക്ക് വഴിയെ പഠിക്കുമ്പോൾ മനസ്സിലാവും. ഈ ഓസിലേറ്ററി മോഷന്റെ അല്ലെങ്കിൽ വൈബ്രേറ്ററി മോഷന്റെ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കുമ്പോൾ അത് എന്തിന്റെ എല്ലാം ഫംഗ്ഷൻ ആയിരിക്കും? ഒന്നുകിൽ സൈനിന്റെ ഫംഗ്ഷൻ ആയിരിക്കും അല്ലെങ്കിൽ കൊസൈന്റെ ഫംഗ്ഷൻ ആയിരിക്കും. എങ്കിൽ നമ്മൾ ഇതിന് എന്തെന്നും പറയാം? ഇത്തരം മോഷനെ ഹാർമോണിക് മോഷൻ എന്നും പറയും. ഹാർമോണിക് മോഷൻ എന്ന് നമ്മൾ എന്ത് പറയും? ഇത്തരം മോഷനെ പറയും. ക്ലിയർ അല്ലേ? അപ്പൊ ഇത്രയും ക്ലിയർ അല്ലേ? ഇതാണ് ഒരു ഇൻട്രൊഡക്ഷൻ. ഇത്ര നിങ്ങൾക്ക് ഭംഗിയായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഈക്വൽ ഡിസ്റ്റൻസ് മുന്നോട്ട് പോവും, അതേ വഴി തന്നെ എന്ത് ചെയ്യും? പുറകോട്ട് വരും. ഇതാണ് എന്തോന്ന്? ഓസിലേറ്ററി മോഷൻ. ഇത് എന്തിന് എക്സാമ്പിൾ ആണ് നിങ്ങൾ ആലോചിക്കണം. എന്തിന് എക്സാമ്പിൾ ആണ്? ഇത് പീരിയോഡിക് മോഷൻ എക്സാമ്പിൾ ആണ്. ക്ലിയർ അല്ലേ? ഇത്ര ഓക്കെ അല്ലേ? സോ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇനി നമ്മുടെ കഥാനായകനായ സിമ്പിൾ ഹാർമോണിക് മോഷനിലേക്ക് കടക്കുകയാണ്. അപ്പോൾ എന്താണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ? എന്താണ് ആക്ച്വലി സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഞാൻ ഒരു എക്സാമ്പിൾ ഇവിടെ വരയ്ക്കുവാണ്. ഒരു പെൻഡുലം വരച്ചു. ഇതൊരു പെൻഡുലമാണ്. ഞാൻ ഈ പെൻഡുലത്തിനെ എങ്ങോട്ടേക്ക് കൊണ്ടുപോയി? ഈ മുകളിൽ ഈ പോയിന്റിലേക്ക് കൊണ്ടുപോയി. അതിനെ ഞാൻ ഡോട്ട് ഇട്ട് ഞാൻ റെപ്രസെന്റ് ചെയ്യുവാണ്. സെയിം പെൻഡുലം തന്നെയാണ്. ഇവിടെ ഞാൻ റിലീസ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും? ഇത് ഇങ്ങോട്ട് മൂവ് ചെയ്യും. ഇതേ ഡിസ്റ്റൻസ് തന്നെ, ഇത്രയും ഡിസ്റ്റൻസിന് എങ്ങോട്ടേക്കും പോകും അല്ലേ. ഇപ്പൊ എവിടെ എത്തി? സ്വിങ് ഈ പോയിന്റിലേക്ക് എത്തി.
ഇനി എന്ത് ചെയ്യും? എല്ലാം മാസ് m തന്നെയാണ്. ഈ മോഷൻ തന്നെ എന്ത് ചെയ്യും? ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. നമുക്ക് ഇതിനെന്ത് പറയാം? ഇതൊരു സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണ്. നോക്ക്, എ പാർട്ടിക്കിൾ ഈസ് സെഡ് ടു ബി ഇൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ വെൻ ഇറ്റ് ഓസിലേറ്റ്സ് പീരിയോഡിക്കലി. താഴെ നോക്കുവാണെങ്കിൽ അങ്ങനെയല്ലേ? യെസ്, പീരിയോഡിക്കലി അല്ലേ മൂവ് ചെയ്യുന്നത്? ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയി, അങ്ങോട്ട് പോയി, തിരിച്ചതുപോലെ പോയി. കണ്ടോ? പീരിയോഡിക്കലി അല്ലേ പോകുന്നത്? യെസ്, പീരിയോഡിക്കലി ആണ് ട്രാവൽ ചെയ്യുന്നത്. ഇൻ സച്ച് എ വേ ദാറ്റ് അറ്റ് എനി ഇൻസ്റ്റന്റ്, ഇപ്പൊ ഈ മാസുള്ള ഈ m മാസുള്ള ഈ പാർട്ടിക്കിൾ സിമ്പിൾ ഹാർമോണിക് മോഷനിലാണെന്ന് വിചാരിക്കുക. എങ്കിൽ ഇതിന്റെ മോഷന്റെ ഏതൊരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റ് എടുക്കുവാണെങ്കിലും അവിടെ ആക്ട് ചെയ്യുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സ്, ഞാനിപ്പോൾ പറയുന്നത് ഈ മാസ് സിമ്പിൾ ഹാർമോണിക് മോഷനിലാണെന്ന് വിചാരിക്കൂ. എങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ മാസിന്റെ ട്രാവലിംഗ് പാത്തിലെ ഏത് പർട്ടിക്കുലർ ടൈം ഇൻസ്റ്റന്റ് നോക്കുവാണെങ്കിലും ആ ഇൻസ്റ്റന്റിൽ ആക്ട് ചെയ്യുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സ് എഫ്. റീസ്റ്റോറിംഗ് ഫോഴ്സ് എഫ് എന്ന് പറഞ്ഞാൽ എന്തിന് പ്രപ്പോർഷനിലായിരിക്കും? ഞാൻ എഫ് നേരെ എഴുതാം, ഒരു മിനിറ്റ്. റീസ്റ്റോറിംഗ് ഫോഴ്സ് എഫ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കും. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കും. ക്ലിയർ അല്ലേ? ഇതാണ് സിംപിളി പറയുവാണെങ്കിൽ ഇതാണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഒന്നുകൂടെ പറയാം. ഇഫ് ആൻ ഓബ്ജക്റ്റ് ഈസ് സെഡ് ടു ബി ഇൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ അറ്റ് എനി ഇൻസ്റ്റന്റ് ഓഫ് ഇറ്റ്സ് മോഷൻ ദ റീസ്റ്റോറിംഗ് ഫോഴ്സ് ആക്ടിംഗ് ഓൺ ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ്. ഇനി ഈ ഡിസ്പ്ലേസ്മെന്റ് ഒരു പ്രത്യേകതയുണ്ട്. ഞാൻ ഇവിടെ നിന്നല്ലേ ഈ സിനാരിയോ നോക്കുവാണെങ്കിൽ ഈ സിനാരിയോയിൽ ഞാൻ ഈ മാസിനെ ഈ പോയിന്റിൽ നിന്നല്ലേ പി എന്ന് പറയുന്ന ഈ പോയിന്റിൽ നിന്ന് റിലീസ് ചെയ്തത്. ഈ പി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് റിലീസ് ആക്കിയിട്ട് അത് ഏതുവരെ പോയി കണ്ടാൽ മനസ്സിലാവും. ഈ പി എന്ന് പറയുന്ന പോയിന്റ് ഞാൻ റിലീസ് ചെയ്തു, അത് ഏതുവരെ പോയി? ക്യൂ വരെ പോയി അല്ലേ? ക്യൂ എന്ന് പറയുന്ന ഈ പോയിന്റ് വരെ പോയി. ഇനി ക്യൂയിൽ നിന്ന് എങ്ങോട്ടേക്കാണ് പോയത്? ക്യൂയിൽ നിന്നും ഞാൻ ഡിസ്പ്ലേസ് ചെയ്തത് പിയിൽ നിന്നാണ്, അത് ക്യൂ വരെ ഡിസ്പ്ലേസ് ചെയ്തു. വീണ്ടും ഇത് എങ്ങോട്ടേക്ക് ഡിസ്പ്ലേസ് ചെയ്യും? എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്തത്, ഏതൊരു ഫിക്സഡ് പോയിന്റിൽ നിന്നാണോ ഇത് സ്റ്റാർട്ട് ചെയ്തത്, ഇതിന്റെ മോഷൻ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് സ്റ്റാർട്ട് ചെയ്തത്, അങ്ങോട്ടേക്ക് തന്നെ എന്ത് ചെയ്യും? വീണ്ടും അത് റീട്രേസ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. ക്ലിയർ ആയോ? അതാണ് അടുത്ത് പറയുന്നത്. ആൻഡ് പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് ഡിസ്പ്ലേസ്മെന്റ് ഫ്രം എ ഫിക്സ്ഡ് പോയിന്റ് ഇൻ ഇറ്റ്സ് പാത്ത് ആൻഡ് ഈസ് ഓൾവേസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ദാറ്റ് പോയിന്റ്. എവിടെ നിന്നാണോ ഈ ഡിസ്പ്ലേസ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങോട്ടേക്ക് തന്നെ എന്ത് ചെയ്യും? അതിനെ വീണ്ടും ഡയറക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. ക്ലിയർ അല്ലേ? ഇത്രയേ ഉള്ളൂ. ഇതാണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഇനി ഇതിന്റെ ഒരു ഡെമോൺസ്ട്രേഷൻ കാണാം. അതിന് മുന്നേ ഒന്നുകൂടെ ഞാൻ പറയുന്നു. വാട്ട് ഈസ് സിമ്പിൾ ഹാർമോണിക് മോഷൻ? When it oscillates periodically in such a way that at any instant, അതിന്റെ ട്രാവലിംഗിന്റെ ഏത് ഇൻസ്റ്റന്റ് എടുക്കുവാണെങ്കിലും the restoring force acting on it is proportional to its displacement. ഇനി ആ ഡിസ്പ്ലേസ്മെന്റ് വെറും ഡിസ്പ്ലേസ്മെന്റ് ആണോ? അല്ല, ഡിസ്പ്ലേസ്മെന്റ് ഫ്രം എ ഫിക്സഡ് പോയിന്റ് ഇൻ ഇറ്റ്സ് പാത്ത്. ഇവിടുത്തെ ഫിക്സഡ് പോയിന്റ് പി ആണ്. ഫ്രം എ ഫിക്സഡ് പോയിന്റ് ഇൻ ഇറ്റ്സ് പാത്ത് ആൻഡ് ഈസ് ഓൾവേസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ദാറ്റ് പോയിന്റ്. ഈ പി അല്ലേ ഇവിടെ ഫിക്സഡ് പോയിന്റ്, ഇവിടെ നിന്നല്ലേ സ്റ്റാർട്ട് ചെയ്തത്, എങ്കിൽ ഈ മോഷൻ എങ്ങോട്ടേക്ക് തന്നെ വീണ്ടും ഡയറക്റ്റ് ചെയ്യും? ഈ പിയിലോട്ട് തന്നെ എന്ത് ചെയ്യും? ഡയറക്റ്റ് ചെയ്യും. ഇവിടെ നിങ്ങോട്ട് സ്വിങ് ചെയ്താൽ വീണ്ടും എങ്ങോട്ടേക്ക് സ്വിങ് ചെയ്യും? ഇങ്ങോട്ടേക്ക് തന്നെ സ്വിങ് ചെയ്യും. നേരത്തെ പറഞ്ഞ ആ ഫ്രോഗിന്റെ എക്സാമ്പിൾ നോക്കുക, കണ്ടോ? ഇവിടെ നിന്നാണ് ആ ജേൺ സ്റ്റാർട്ട് ചെയ്തത്. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, കണ്ടോ? വീണ്ടും എങ്ങോട്ടേക്ക് പോകും? അവിടെ പോയിട്ട് തിരിച്ചു ഇങ്ങോട്ട് ഈ പി എന്ന പോയിന്റിലേക്ക് തന്നെ തിരിച്ചു വരും. ഓക്കെ അല്ലേ? സോ ഞാൻ നിങ്ങൾക്ക് എന്താണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്നുള്ളത് ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരു സ്പ്രിങ്. ഞാൻ ഒരു സ്പ്രിങ്ങിനെ ഈ ഒരു പോയിന്റിൽ വെർട്ടിക്കലായിട്ട് ഞാൻ അതിനെ മൗണ്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഫിക്സ്ഡ് ആണ്, ഈ പോയിന്റ് ഫിക്സ്ഡ് ആണ്. ഞാൻ പറഞ്ഞ പോയിന്റ് എന്താ? സിമ്പിൾ ഹാർമോണിക് മോഷനിലാണെങ്കിൽ ഞാൻ എന്ത് പറഞ്ഞു? സിമ്പിൾ ഹാർമോണിക് മോഷനിലാണെങ്കിൽ ആ ഓബ്ജക്റ്റ് അല്ലെങ്കിൽ ആ പാർട്ടിക്കിൾ, സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന ആ പാർട്ടിക്കിളിന്റെ ഏതൊരു പോയിന്റിൽ ആക്ട് ചെയ്യുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്തിന് പ്രൊപ്പോർഷനിലായിരിക്കും? അതിന്റെ ഡിസ്പ്ലേസ്മെന്റിന് പ്രൊപ്പോർഷനിലായിരിക്കും. ഇനി എന്താണ് ഡിസ്പ്ലേസ്മെന്റ്? എവിടെ നിന്നാണോ ആ ഡിസ്പ്ലേസ്മെന്റ്, ഏത് ഫിക്സ്ഡ് പോയിന്റിൽ നിന്നാണോ ഡിസ്പ്ലേസ്മെന്റ് സ്റ്റാർട്ട് ചെയ്തത് അങ്ങോട്ടേക്ക് തന്നെ എന്ത് ചെയ്യും? ആ മോഷൻ ഡയറക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. ഇതല്ലേ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് ഞാൻ പറഞ്ഞേ. ഞാൻ അതൊന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടി പോവാണ്. ഞാൻ ഇവിടുന്ന് ഒരു മാസ് സെലക്ട് ചെയ്തു. ഞാനൊരു ഈ ബ്ലൂ കളർ മാസ് സെലക്ട് ചെയ്തു. ഈ ബ്ലൂ കളർ മാസിനെ ഇവിടുത്തെ ഈ സ്പ്രിങ്ങിൽ ഞാൻ അറ്റാച്ച് ചെയ്തു. കണ്ടല്ലോ, ഞാൻ അറ്റാച്ച് ചെയ്തു. ഇനി ഇതിന്റെ മോഷൻ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നേ. ഞാൻ പറഞ്ഞ പോയിന്റ് എന്താ?
ഇതിൽ എത്രമാത്രം ഡിസ്പ്ലേസ്മെന്റ് ഞാൻ കൊടുക്കുന്നോ ആ ഡിസ്പ്ലേസ്മെന്റ് എന്തിന് പ്രൊപ്പോർഷനിലായിരിക്കും? റീസ്റ്റോറിംഗ് ഫോഴ്സിന് പ്രൊപ്പോർഷനിലായിരിക്കും എന്നല്ലേ പറഞ്ഞത്? കണ്ടോ, ഞാൻ ഇത്രയും റീസ്റ്റോറിംഗ് ഫോഴ്സ് കൊടുത്തു. കണ്ടോ, ഇത്രയും റീസ്റ്റോറിംഗ് ഫോഴ്സ് അല്ല, ഇത്രയും ഡിസ്പ്ലേസ്മെന്റ് ഞാൻ കൊടുത്തു. കണ്ടോ, ഇത്രയും ഞാൻ അതിനെ സ്ട്രെച്ച് ചെയ്ത് ഇത്രയും മാക്സിമം കൊണ്ടെത്തിച്ചു. ഇനി എന്ത് ചെയ്യാൻ വേണ്ടി പോവാ? ഞാൻ മോഷൻ സ്ലോ ആക്കി കുറച്ച് സ്ലോ മോഷനിൽ കാണിച്ചു തരാം. ഞാൻ ഇതിന്റെ മോഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണെ. നിങ്ങൾ നോക്കണം എത്രമാത്രം റീസ്റ്റോറിംഗ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടെന്നുള്ളത്. ഇനി ഏത് പോയിന്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്? ഈ ഫിക്സഡ് പോയിന്റിൽ നിന്ന് എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്? ഈ ഡിസ്പ്ലേസ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നു. നോക്കോ, കണ്ടോ, പോയി വീണ്ടും എങ്ങോട്ട് തിരിച്ചു വരും? ഏത് പോയിന്റിൽ നിന്നാണോ സ്റ്റാർട്ട് ചെയ്ത് അങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു വരും. കണ്ടോ, വീണ്ടും മുകളിലോട്ട് പോകുന്നു. ഏത് പോയിന്റിലേക്കാണോ സ്റ്റാർട്ട് ചെയ്ത് അവിടേക്ക് തിരിച്ചു പോകും. കണ്ടോ, ഇതാണ് ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയുന്നത്. ഇനി ഞാൻ പറഞ്ഞ പോയിന്റ് ക്ലാരിഫൈ ആക്കിയിട്ടില്ല. ഈ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്നുള്ള കാര്യം ഞാൻ എന്ത് ചെയ്യാൻ വേണ്ടി പോവുക? ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി പോവുക. ഞാൻ ഇവിടുന്നാണ്, ഈ പോയിന്റിൽ നിന്നാണ് എന്ത് ചെയ്തത്? ഞാൻ അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ ഇനി ഇതേ പാർട്ടിക്കിളിനെ ഈ പോയിന്റിൽ നിന്ന് എന്ത് ചെയ്യാൻ വേണ്ടി പോവുക? അതായത് ഞാൻ ഡിസ്പ്ലേസ്മെന്റ് കുറച്ചു, ഞാൻ മിനിമം ഡിസ്പ്ലേസ്മെന്റ് എടുത്ത് എന്ത് ചെയ്യാൻ വേണ്ടി പോവാ? ഞാൻ ഓസിലേറ്റ് ചെയ്യാൻ വേണ്ടി പോവാ. കണ്ടോ, റീസ്റ്റോറിംഗ് ഫോഴ്സ് നേരത്തെ ഉള്ളതിനേക്കാളും കുറവായിരുന്നോ? കുറവാണ്. കണ്ടോ, അതായത് ഞാൻ എത്രമാത്രം ഡിസ്പ്ലേസ്മെന്റ് കുറയ്ക്കുന്നോ അത്രമാത്രം എന്ത് കുറയും? റീസ്റ്റോറിംഗ് ഫോഴ്സ് കുറയും. റീസ്റ്റോറിംഗ് ഫോഴ്സ് കുറയും. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? പക്കേ അല്ലേ? ഇത്രയേ ഉള്ളൂ കാര്യം. ഇനി ഞാൻ വീണ്ടും ഒന്നുകൂടെ കാണിച്ചു തരാം. ഞാൻ ഇനി വീണ്ടും ഇതേ പാർട്ടിക്കിളിനെ അറ്റാച്ച് ചെയ്തു, ഇതേ മാസിനെ അറ്റാച്ച് ചെയ്തു, ഞാൻ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് കൊടുത്തു. ഇനി എന്ത് ചെയ്യാൻ വേണ്ടി പോവാ? കണ്ടോ, കണ്ടോ, റീസ്റ്റോറിംഗ് ഫോഴ്സ് ഇത്രയും കൂടുതലാണ്. കണ്ടോ, ഇത്രയും കൂടുതലാണ്. ഇനി ഇതേ പാർട്ടിക്കിളിനെ തന്നെ ഞാൻ ഡിസ്പ്ലേസ്മെന്റ് മാക്സിമം കുറച്ചു. ഇനി ഇവിടുന്ന് എന്ത് ചെയ്യാൻ വേണ്ടി പോയി? ഇത്രയും മാക്സിമം കുറച്ചു. ഞാൻ ഇവിടുന്ന് റിലീസ് ചെയ്യാൻ വേണ്ടി പോവുക. നേരത്തെ അത്ര ഉണ്ടായിരുന്നോ? ഇല്ല, അതിനേക്കാളും കുറവായിരുന്നു അല്ലേ? ഇതാണ് പറയുന്നത്, എത്രമാത്രം ഡിസ്പ്ലേസ്മെന്റ് ഞാൻ കൊടുക്കുന്നോ അത്രമാത്രം എന്ത് ചെയ്യും? അത് ഓസിലേറ്റ് ചെയ്യും. ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് അത്ര വലിയ ഡിഫറൻസ് ഇവിടെ കാണാൻ പറ്റില്ല എന്ന് തോന്നുന്നു. ഞാനത് മാസിനെ അത്യാവശ്യം വേറെ മാസ് വയ്ക്കാം, അപ്പോൾ കറക്റ്റ് ആവും. ഈ മാസത്തിന് ഞാൻ അറ്റാച്ച് ചെയ്തു. ഞാൻ ഇവിടുന്ന് ഡിസ്പ്ലേസ് ചെയ്യാൻ വേണ്ടി പോവാ. ഇവിടെ കൊണ്ടുപോയി ഇപ്പൊ എന്ത് കുറവാ? ഡിസ്പ്ലേസ്മെന്റ് കുറവാ. ഞാൻ എന്ത് ചെയ്യാൻ വേണ്ടി പോവാ? റിലീസ് ചെയ്യാൻ വേണ്ടി പോവാ. ഇത്രയേ ഉള്ളൂ. ഇത്രയാണ് എന്തോന്ന് അതിന്റെ ഓസിലേഷൻ. ഇനി ഞാൻ ഇതിനെ ഇങ്ങ് കൊണ്ടുവന്നു, മാക്സിമൈസ് ചെയ്തു. ഇനി റിലീസ് ചെയ്യാൻ വേണ്ടി പോവാ. കണ്ടോ, കൂടിയോ? യെസ്, ഇപ്പൊ കറക്റ്റായിട്ട് മനസ്സിലാവും നിങ്ങൾക്ക്. കണ്ടോ, കൂടിയുണ്ടോ? അതായത് എത്രമാത്രം ഡിസ്പ്ലേസ്മെന്റ് ഞാൻ കൂട്ടുന്നോ അത്രമാത്രം എനിക്ക് എന്തും കൂടും? റീസ്റ്റോറിംഗ് ഫോഴ്സ് കൂടും. ഇത്രയും ക്ലിയർ അല്ലേ? ഇത്രയും പക്കയല്ലേ? ഇനി ഞാൻ പറഞ്ഞ ഡിസ്പ്ലേസ്മെന്റിന്റെ പോയിന്റും ക്ലാരിഫൈ ആയില്ലേ? എവിടെ നിന്നാണോ ഡിസ്പ്ലേസ്മെന്റ് സ്റ്റാർട്ട് ചെയ്തത് അങ്ങോട്ടേക്ക് തന്നെ എന്ത് ചെയ്യും? ആ ഫിക്സഡ് പോയിന്റിലേക്ക് തന്നെ എന്ത് ചെയ്യും? ആ മോഷൻ ഡയറക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. ഓക്കെ അല്ലേ? ഇനി നമുക്കിനി ഈ എഫ് പ്രൊപ്പോർഷണൽ ടു എക്സ് എന്ന് ഞാൻ എഴുതിയല്ലോ, അവിടെ എന്തെങ്കിലും മാറ്റം വരാനുണ്ടോ എന്ന് നോക്കാം. ഞാൻ ഇതിന്റെ വെലോസിറ്റിയും ആക്സിലറേഷനും നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി പോവുക. വെലോസിറ്റി ഗ്രീൻ കളർ ആരോയാണേ. വെലോസിറ്റി ഞാൻ സ്ലോ ആക്കുക, ഇതിന്റെ മോഷൻ സ്ലോ മോഷനിലാക്കി. ഇനി ഇതിന്റെ ആക്സിലറേഷൻ യെല്ലോ ആരോ മാർക്കാണേ, യെല്ലോ ആരോ മാർക്ക്. ഇവിടുന്ന് കണ്ടത് മനസ്സിലാവും. ഇതിന്റെ മോഷൻ ഇടയിൽ എന്ത് ചെയ്തത്? ഞാൻ ഇതിനെ പൗസ് ചെയ്തത്. കണ്ടോ, ആക്സിലറേഷൻ മുകളിലോട്ടാണെങ്കിൽ വെലോസിറ്റി താഴേക്കായിരിക്കും. ആക്സിലറേഷനും വെലോസിറ്റിയും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. കണ്ടോ നിങ്ങൾ? ഞാൻ ഇനി ഈ മോഷനെ കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ കണ്ടാൽ നിങ്ങൾ മനസ്സിലാവും. കണ്ടോ, ഒരിക്കലും രണ്ടുപേരും സെയിം ഡയറക്ഷനിലാവത്തില്ല. ആക്സിലറേഷനും വെലോസിറ്റിയും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും എപ്പോഴും എന്ത് ചെയ്യുന്നത്? ആക്ട് ചെയ്യുന്നത്. ഇത് നിങ്ങളുടെ മനസ്സിലിരിക്കണം. കണ്ടോ, ആക്സിലറേഷനും വെലോസിറ്റിയും ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ദേ വിൽ ഓൾവേസ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. ഇത്രയും ക്ലിയർ അല്ലേ? ഇത്ര നിങ്ങൾക്ക് മനസ്സിലായല്ലേ? ഈ മോഷൻ നിങ്ങളുടെ മനസ്സിൽ തന്നെ ഇരിക്കട്ടെ. അതിന്റെ എന്തെല്ലാം ഡിസ്പ്ലേസ്മെന്റും ആക്സിലറേഷനും എന്തായിരിക്കും? ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. അതായത് വെലോസിറ്റിയും ആക്സിലറേഷനും എങ്ങനെയായിരിക്കും? ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആയിരിക്കും. ക്ലിയർ അല്ലേ? ഇത്രയും ക്ലിയർ അല്ലേ? വീണ്ടും നമുക്ക് നമ്മുടെ ഹോം സ്ക്രീനിലേക്ക് പോവാം. നമ്മൾ എന്താ പഠിച്ചത്? ഇപ്പോൾ ആ ഫിഗറിൽ നമുക്ക് മനസ്സിലായി. ഈ പറഞ്ഞ ഈ ഡെഫിനിഷൻ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നു. ഓക്കെ ആയി. നമ്മൾ എന്താ എഴുതാം? ഫോഴ്സ് ഈസ് റീസ്റ്റോറിംഗ് ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു നമുക്ക് എന്ത് പറയാം? അതിൽ ആക്ട് ചെയ്യുന്ന ഡിസ്പ്ലേസ്മെന്റ് എന്ന് നമുക്ക് പറയാം. പക്ഷേ നിങ്ങൾ മറ്റൊരു പോയിന്റ് ഇവിടുന്ന് മനസ്സിലാക്കി കാണും. ആക്സിലറേഷനും വെലോസിറ്റിയും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരുന്നു. ആക്സിലറേഷൻ താഴേക്കാണെങ്കിൽ, ഞാൻ ആക്സിലറേഷൻ യെല്ലോ കളർ ആരാണ് റെപ്രസെന്റ് ചെയ്തത്? താഴേക്കാണെങ്കിൽ വെലോസിറ്റി എങ്ങോട്ടേക്കായിരുന്നു?
വെലോസിറ്റി ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരുന്നു അല്ലേ? ഗ്രീൻ കളർ ആയിരുന്നു, അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരുന്നു അല്ലേ? ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആയിരുന്നു. വിച്ച് മീൻസ് നമുക്ക് എന്ത് പറയാം? ഒരു കാര്യം പറയാം, ഫോഴ്സ് ഈക്വൽ ടു വാട്ട്? ഇവിടെ എഴുതിയിരിക്കുന്ന ഈ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്തായിരിക്കും? ആ പാർട്ടിക്കിളിനൊരു, ഞാനിപ്പോൾ ഈ നിങ്ങൾക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത ഈ എക്സാമ്പിളിലും അതിനൊരു മാസ് ഉണ്ടായിരുന്നല്ലോ, മാസ്. സോ ഒരു മാസുള്ള ഓബ്ജക്റ്റിൽ ആക്സിലറേഷൻ ആക്ട് ചെയ്യുമ്പോൾ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താ? എഫ് ഇസ് ഈക്വൽ ടു എം എ അല്ലേ? എം എ. സോ എ എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഫോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി വാട്ട് ഈസ് ഡിസ്പ്ലേസ്മെന്റ്? എന്താണ് ഡിസ്പ്ലേസ്മെന്റ്? ഡിസ്പ്ലേസ്മെന്റ് നമുക്കറിയാം, വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. അതിൽ നിന്ന് ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ ടു എന്ത് പറയാം? വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് പറയാം. അതായത് ഡിസ്പ്ലേസ്മെന്റ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? വെലോസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ? അതായത് ഫോഴ്സ് ആക്സിലറേഷനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇനി വെലോസിറ്റി ആണെങ്കിലോ ഡിസ്പ്ലേസ്മെന്റിനെ എന്ത് ചെയ്യുന്നുണ്ട്? ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ പറഞ്ഞ ആക്സിലറേഷൻ, നമ്മുടെ ഈ സിനാരിയോയിൽ ആക്സിലറേഷനും ഡിസ്പ്ലേസ്മെന്റും എങ്ങനെയാ? അല്ല, നമ്മുടെ ഈ സിനാരിയോയിൽ ആക്സിലറേഷനും വെലോസിറ്റിയും എങ്ങനെയാ? രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലല്ലേ? അതായത് നമുക്ക് എന്ത് പറയേണ്ടി വരും? ഈ എഫ് പ്രൊപ്പോർഷണൽ ടു എക്സ് എന്ന് പറഞ്ഞ ഈ സിനാരിയോയിൽ ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു മൈനസ് എക്സ് എന്ന് പറയേണ്ടി വരും. കാര്യം എന്താ? അത് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്. എന്തെല്ലാം? ആക്സിലറേഷനും വെലോസിറ്റിയും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയേണ്ടി വരും? ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു മൈനസ് എക്സ് എന്ന് തന്നെ എന്ത് ചെയ്യും? പറയേണ്ടി വരും. കാര്യം എന്താ? ഫോഴ്സ് എന്തുമായി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ആക്സിലറേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഡിസ്പ്ലേസ്മെന്റോ വെലോസിറ്റിയുമായി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഈ ആക്സിലറേഷൻ ആണെങ്കിലും വെലോസിറ്റി ആണെങ്കിലും ഇവിടത്തെ ഈ കേസിൽ എങ്ങനെയാണ്? രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. സോ എന്ത് പറയേണ്ടി വരും? ഇവിടെ നമ്മൾ എഫ് പ്രൊപ്പോർഷണൽ ടു മൈനസ് എക്സ് എന്ന് പറയേണ്ടി വരും. ദാറ്റ് ഈസ് എഫ് പ്രൊപ്പോർഷണൽ ടു മൈനസ് എക്സ്. അതിൽ നിന്ന് എഫ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയേണ്ടി വരും? പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി ഒരു കോൺസ്റ്റന്റ് ഉപയോഗിക്കണം. ദാറ്റ് ഈസ് മൈനസ് കെ എക്സ്. ഈ ഇക്വേഷൻ മറന്നു പോകരുത്. വേർ കെ ഈസ് കോൾഡ് ഫോഴ്സ് കോൺസ്റ്റന്റ്. വേർ കെ ഈസ് കോൾഡ് ഫോഴ്സ് കോൺസ്റ്റന്റ് എന്ന് പറയാം. ഓക്കെ അല്ലേ? അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പഠിച്ചത് എന്താണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ? അതിന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞു തന്നു. പിന്നെ എന്ത് ചെയ്തു? എന്തുകൊണ്ട് എഫ് പ്രൊപ്പോർഷണൽ ടു മൈനസ് കെ എക്സ് ആയെന്ന് ഞാൻ പറഞ്ഞു. എന്താണ് പീരിയോഡിക് മോഷൻ എന്ന് ഞാൻ പറഞ്ഞു. ഇനി പീരിയോഡിക് മോഷന്റെ ഒരു എക്സാമ്പിൾ ആണ് ഓസിലേഷൻ എന്ന് ഞാൻ പറഞ്ഞു. ഇത്രയും ക്ലിയർ അല്ലേ? സോ താങ്ക് യു ഫോർ വാച്ചിങ് HB സയൻസ് ക്ലാസ്സസ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സ്റ്റഡി മെറ്റീരിയൽസിന്റെയും ക്ലാസിന്റെ അപ്ഡേറ്റ്സ് അറിയുന്നതിന് വേണ്ടിയും നമ്മൾ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യണം. ചാനലിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സോ താങ്ക് യു ഫോർ വാച്ചിങ് HB സയൻസ്.